ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു വടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പുളി ഇല്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതായത് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2-3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം അതുപോലെ 1/2 കപ്പ് തൈരും ഈ റവയിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കൈ വെച്ചിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ഈ ഒരു അളവ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഇതേപോലെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അത് നല്ല കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരി എടുത്താലും മതി കേട്ടോ. നല്ലൊരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗം കളർ മാറി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത്ര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത്ര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് റവ വെച്ചിട്ടും അതെല്ലാതും പകുതിയാക്കിയിട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.